നവമാധ്യമങ്ങളിൽ മുഖമില്ലാത്തവരും ഉള്ളവരുമൊക്കെ ഉത്തരവാദിത്വരഹിതമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അധിക്ഷേപങ്ങൾ, വ്യക്തിപരമായ ആക്രമണങ്ങൾ അതിങ്ങനെ അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ട് പോകും. പക്ഷേ അതിനെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിന് പ്രേരണയാകുന്ന വിധത്തിൽ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനൊന്നും നമ്മളങ്ങനെ കണക്കാക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, അവരുടെ പ്രചരണ വാഹനങ്ങളിലൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്നലെയൊന്നും ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ അവരുടെ വാഹനമൊന്നും വന്നിട്ടില്ല. മറ്റും ഞാൻ തന്നെ കേട്ടിട്ടുള്ളത് പാകിസ്ഥാൻ ചാരൻ എന്നല്ലേ ആക്ഷേപിച്ചിരുന്നത്. ഞാനതിന് മറുപടി പറയാൻ നിന്നിട്ടില്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതുകൊണ്ട് അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആക്ഷേപിക്കുന്നവർ ആലോചിക്കേണ്ടതാണ്. സാധാരണ ഇങ്ങനെ ആരെങ്കിലും പെശകായ ഒരു കാര്യമൊക്കെ ചെയ്താൽ മുതിർന്ന നേതൃത്വം തിരുത്തുകയാണ് പതിവ്. പക്ഷേ മുതിർന്ന നേതൃത്വം തന്നെ വ്യക്തിപരമായ ആക്രമണത്തിനാണ് പലപ്പോഴും നേതൃത്വം കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അക്കാര്യങ്ങൾക്കൊന്നും അങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും അവരവരുടെ നിലയ്ക്കോ നിലവാരത്തിനോ ഒക്കെ അനുസരിച്ചല്ലേ പെരുമാറുക. അത് നമുക്ക് അങ്ങനെ കണക്കാക്കാമെന്ന് തോന്നുന്നു. പല വിമർശകരും പറയുന്നത് സ്വരാജിന്റെ ശരീരഭാഷയിൽ ഒരു ആത്മവിശ്വാസക്കുറവ് അവസാന ദിവസങ്ങളായപ്പോഴും ഉണ്ടാവുന്നു. ആരാണോ പറഞ്ഞത്? ഞാൻ കേട്ടിട്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് ആ അഭിപ്രായത്തിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും ആ കാര്യങ്ങൾ ശരിയായി, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നില ശരിയായി തിരിച്ചറിയുന്നുണ്ട് എന്നും ചിലരത് പരസ്യമായി പങ്കുവെക്കുന്നുണ്ട് എന്നുമാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആത്മവിശ്വാസമൊന്നും അളക്കാൻ മറ്റേ ഈ പറഞ്ഞ ആളുകൾക്ക് സാധിച്ചുവെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു എന്താ പറയുക, ഒരു ഇനം കൂടി ഇറക്കി നോക്കാം. ശരീരഭാഷ അത്ര ആത്മവിശ്വാസമില്ലാത്തതാണ്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി കാലുകുത്തിയ നിമിഷം മുതൽ ഇന്നിപ്പോൾ ജൂൺ മാസം 17-ാം തീയതി രാവിലെ വരെയുള്ള സമയങ്ങളിൽ ഈ നിയോജക മണ്ഡലത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തെ അനുഭവം ഓരോ നിമിഷവും ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ചോദ്യം തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞതായിട്ടോ നിരീക്ഷിച്ചതായിട്ടോ എൻ്റെ ശ്രദ്ധയിലില്ല. എൻ്റെ അനുഭവം മറിച്ചാണ്. ഞങ്ങളുടെ അനുഭവം മറിച്ചാണ്.